ഹായ്, എൻ്റെ പേര് അഹമ്മദ് ഷാ. ഞാൻ കോട്ടയമാണ് സ്ഥലം. കോട്ടയത്ത് കുമ്മനം താഴത്തങ്ങാടി എന്ന് പറയും. 4 മക്കളാണ് വീട്ടിൽ. ഉമ്മ, അപ്പ, 4 മക്കൾ. ഞാൻ മൂന്നാമത്തെ ആളാണ്. ഞാൻ പഠിച്ചതൊക്കെ മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെ ഹോസ്റ്റലായിട്ട് ലൈഫായിരുന്നു പഠിച്ചതൊക്കെ. 10ാം ക്ലാസ് വരെ തൃശ്ശൂർ, അതിനുശേഷം 2 കൊല്ലം കോട്ടയം, പിന്നെ 5 വർഷം +2 ഡിഗ്രിയും കമ്പൈനായിട്ട്, പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസും കൂടെ ചേർത്തിട്ട് 5 വർഷത്തെ കോഴ്സായിരുന്നു. മലപ്പുറത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടിപ്പം 1 വർഷമായിട്ട് ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ടീച്ചറായിട്ട്. ഇപ്പോൾ ഇവിടെ മലപ്പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി BA സൈക്കോളജി, സോഷ്യോളജിയാണ് എടുത്തത്. സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. BA സൈക്കോളജി എടുത്തു, CUT എഴുതി, PGക്ക് അപ്ലൈ ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. ബട്ട് സാഹചര്യങ്ങൾ കാരണം ജോലിക്ക് കയറേണ്ടി വന്നു സ്വാഭാവികമായിട്ടും. അപ്പം റെഗുലറായിട്ട് പോയി പഠിക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചു ഒരുപാട്. പക്ഷെ റെഗുലറായിട്ട് പോയി പഠിക്കുമ്പോൾ അറ്റൻഡൻസ് മാറ്ററാണ്. അറ്റൻഡൻസും ക്ലാസ്സും കാര്യങ്ങളിലൊക്കെ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ചെല്ലേണ്ടി വരും. അപ്പം ജോലി നടക്കൂല. അല്ലെങ്കിൽ CUT എഴുതിയിട്ട് അപ്പോൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ജോലിക്ക് കയറിയായിരുന്നു. അതുകൊണ്ട് CUTൻ്റെ എക്സാം എഴുതിയിട്ടും പിന്നീട് അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാൻ എന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ജോലിക്ക് കയറിയതിന് ശേഷം ആയതുകൊണ്ട് അത് നടന്നില്ല. അപ്പം ഹോസ്റ്റലായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് BA സൈക്കോളജി ചെയ്തതും IGNOU തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം MA ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും IGNOയ്ക്ക് MA ഡിസ്റ്റൻസായിട്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ ഡ്രീം മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ എനിക്ക് PG അത്യാവശ്യമാണ്. അപ്പോൾ റെഗുലറായിട്ട് പോയി പഠിക്കാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഡിസ്റ്റൻസായിട്ട് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനോടൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒന്നുകൂടെ ഡിസ്റ്റൻസായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് IGNOU ആണെന്ന് മൂപ്പര് പറഞ്ഞു. ബാക്കിയുള്ള കോഴ്സുകൾ വെച്ച് നോക്കുമ്പം 6 മാസം 3 മാസം ഡിപ്ലോമ PG കോഴ്സുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ 2 ഇയർ PG ആയിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. സോ അങ്ങനെയാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത്, IGNOU തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വഴിയാണ് തോന്നുന്നു ലേൺവൈസിൻ്റെ കാണുന്നത്. അപ്പോൾ ഞാൻ അന്നേ കോൺടാക്ട് ചെയ്തിരുന്നു. അതിൽ ജോയിൻ ചെയ്യുന്നതിന് 1 വർഷം മുമ്പേ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശേഷം ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്യാൻ നിന്നിരുന്നു. പിന്നെ ഡിഗ്രി എക്സാമിന് ശേഷം ജോയിൻ ചെയ്യാൻ വെച്ചു. പിന്നെ ജോലി കയറിയതുകൊണ്ട് 1 വർഷം ലേറ്റ് ആയതിനു ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ലേൺവൈസിലാണ്. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരുവിധം ഓൺലൈനായിട്ട് ഞാൻ മറ്റേ CUT ഒക്കെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയാണെന്ന് തോന്നുന്നു ലേൺവൈസിൻ്റെത്. കാരണം അവർ മെൻറ്ററിങ് ഒക്കെ സാധാരണ മെൻറ്ററിങ് ഉണ്ടാവുകയാണെങ്കിലും ഈ പഠിക്കാൻ വേണമെങ്കിൽ പഠിച്ചോട്ടെ, അവർ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ നിൽക്കും. ഒന്ന് ലേൺവൈസ് കുറച്ചുകൂടെ ആ കാര്യത്തിൽ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നു. ക്ലാസ് കണ്ടിട്ടുള്ളോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടും നല്ല ചോയ്സായിരുന്നു ലേൺവൈസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ എക്സാമും കാര്യങ്ങളും 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എൻ്റെ കൂടെ പഠിച്ച് BA സോഷ്യോളജി സൈക്കോളജി പഠിച്ചിറങ്ങിയവരോടൊക്കെ ഒരുവിധപ്പെട്ടവരോടൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തതും ലേൺവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി ഓൺലൈനായിട്ട് ഡിസ്റ്റൻസായിട്ട് എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ലേൺവൈസ് എടുക്കുന്നത് തന്നെയായിരിക്കും ഒന്നുകൂടെ നല്ലത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.